ബീഹാറിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. പക്ഷേ ഇപ്പോഴും അവിടെ ഒന്നും പൂർത്തിയായിട്ടില്ല. ഒരു കണക്ക് പറഞ്ഞാൽ ഈ സമവാക്യങ്ങളൊക്കെ അവിടെ തെറ്റുന്നു. ഇന്നുവരെ ഈ NDA എന്ന് പറയപ്പെടുന്നത് വളരെ ശക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് BJP മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. നിതീഷ് കുമാറിനെയൊക്കെ വെച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കൂടിയും അവർക്ക് വേറെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നിതീഷ് കുമാർ അവരുടെ ഈ CM കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞു വച്ചിരുന്നാൽ പോലും ചിലപ്പോൾ വലിയ അട്ടിമറി അവിടെ ഉണ്ടാകാൻ പോവുകയില്ല. എന്ത് തോന്നുന്നു? അവിടെ ഒരു വലിയ അട്ടിമറിക്ക് സാധ്യതയില്ല. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ BJP കുറച്ചുകൂടി സീറ്റ് നേടി അധികാരത്തിലെത്താനുള്ളൊരു ശ്രമം നടത്തുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നിതീഷ് കുമാറിനെ ചുമക്കേണ്ട ബാധ്യത സത്യത്തിൽ BJPക്ക് ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു അട്ടിമറി നടക്കും. BJP ഒരു അട്ടിമറി, ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു അട്ടിമറി ഉണ്ടാകും. എൻ്റെ കണക്കുകൂടൽ BJPയുടെ കൗണ്ട് ഡൗണാണ് ബീഹാർ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വരാം നവംബർ 3. ബീഹാറിലെ ഇവർ ലല്ലു യാദവിൻ്റെയും അവർ മുസ്ലിങ്ങളും യാദവ് വംശരും എല്ലാം ഒറ്റക്കെട്ടായിട്ട് കുറുബി സമുദായം അടക്കം ഇപ്പം ഇവരുടെ കൂടുതലാണ്. BJPയുടെ MP പ്രസിഡന്റ് MP അടക്കം ഇന്നലെ വലിയ അഴിമതി ആരോപണം 62,000 കോടിയുടെ കൊണ്ടുവന്നിരിക്കുന്നത് BJPക്കെതിരായിട്ട്. നിതീഷ് കുമാർ ഇതെല്ലാം കണ്ടെന്നിരിക്കുന്നത്. നിതീഷ് കുമാറിന് അറിയാം നിതീഷ് കുമാർ BJP ഇക്കുറി പാലം വലിക്കും, CM പോസ്റ്റിലേക്ക് കടത്തിയെന്നറിയാം. അപ്പം നിതീഷ് കുമാറും ഒരു അട്ടിമറിക്ക് അവസാന റൗണ്ടിൽ തയ്യാറാകും. BJPന് നിതീഷ് കുമാർ ഒരു പാഠം പഠിപ്പിക്കും. നിതീഷ് കുമാറിൻ്റെ ഒരു 40 സീറ്റ് താഴെ വന്നാൽ നിതീഷ് കുമാർ അന്തസ്സായിട്ട് BJPക്ക് ഒരു നല്ല ഒരു സൂചന കൊടുത്തു നിർത്തും. എൻ്റെ കണക്കുകൂടി എന്ന് വെച്ചാൽ അവർ BJPയിൽ ഉപേക്ഷിച്ചുകൊണ്ട് മറുകണ്ഠം ചാടാൻ നിതീഷ് കുമാർ വീണ്ടും തയ്യാറാണ്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയില്ല, പക്ഷേ നിതീഷ് കുമാർ അറിയാം എനിക്കിത് എൻ്റെ ഭാവി തീർന്നു. പക്ഷേ അതുകൊണ്ട് നിതീഷ് കുമാർ ഈ അംഗങ്ങളുമായിട്ട് മറുഭാഗത്തേക്ക് ചാടി. ഈ മഹാരാഷ്ട്ര ശിവസേന ചെയ്ത അതേ റോള് ഇത്തവണ നിതീഷ് കുമാർ ഇവിടെ ചെയ്യും. പക്ഷെ അത് സ്വീകരിക്കാൻ ഇവർ RJD തയ്യാറാണ്. RJDക്ക് വേണ്ടി വന്നാൽ സ്വീകരിക്കാനും RJD തയ്യാറാണ്. പക്ഷേ RJD മുഖ്യമന്ത്രി പദം ഇനി വിട്ടുകൊടുക്കില്ല നിതീഷ് കുമാർ. നിതീഷ് കുമാർ പണ്ട് RJDക്ക് കൂടുതൽ സീറ്റ് ഉണ്ടായിട്ടും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കിയതാണ് RJD. പക്ഷേ ഇനി അങ്ങനെയൊന്നും ചെയ്യല. പക്ഷേ ബീഹാർ രാഷ്ട്രീയത്തിലായതുകൊണ്ട് ചിലപ്പോൾ എന്തും സംഭവിക്കാം. ബീഹാർ രാഷ്ട്രീയം ആയതുകൊണ്ട് ഈ 62,000 കോടി രൂപയുടെ അഴിമതി 62,000 കോടി രൂപയുടെ അഴിമതി പ്രസിഡന്റ് MP BJPയുടെയും പഴയ നമ്മുടെ UPA ഗവൺമെൻറ് ഇരുന്നപ്പോൾ ഹോം സെക്രട്ടറിയും BJPയുടെ 2 ടൈം മിനിസ്റ്റർ മോദിയുടെ കൂട്ടത്തിൽ മിനിസ്റ്ററായിരുന്ന സിംഗാണ്, RK സിംഗാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഊർജ്ജ വകുപ്പിൽ അദാനിയുടെ കെയർ ഓഫിൽ നടത്തിയ തട്ടിപ്പാണ് 62,000 കോടി രൂപ. അതുകൊണ്ടും പിന്നെ BJPയുടെ സംസ്ഥാന ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സാമ്രാട്ട് ചൗധരിക്ക് വോട്ട് പോലും ചെയ്യരുന്ന പരസ്യമായിട്ട് ഇന്നലെ പ്രഖ്യാപിച്ചു ജനങ്ങളോട്. BJPക്ക് വോട്ട് ചെയ്യരുത് എന്ന് വോട്ട് ചെയ്യരുതെന്ന് പരസ്യമായിട്ട് BJPയുടെ MP പ്രഖ്യാപിച്ചിരിക്കുക. BJP എന്നിട്ട് മിണ്ടാതിരിക്കുക. BJPനെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയക്കാർ ഇത് ന്യൂസ് പുറത്തുവിടാതിരിക്കുക. ഈ 62,000 കോടി രൂപയുടെ അഴിമതി ആരോപണം വന്നിട്ട് BJPയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം BJP മിണ്ടുന്നില്ല. തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ടാണ് ഈ അമിത്ഷായും മറ്റും അവിടെ പോയി കിടന്ന് കളിച്ചിട്ടുണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു പക്ഷേ ഈ പ്രശാന്ത് കിഷോറുമായിട്ട് ഈ DK സിംഗ് വരെ കൂടിയിരിക്കുകയും പ്രശാന്ത് കിഷോർ 45,000 കോടിയുടെ അഴിമതി ആരോപണമാണ് ഈ അശോക് ചൗധരിയുടെ പേരിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഹെൽത്ത് മിനിസ്റ്റർ പഴയ രാഹുൽ ഗാന്ധിയുടെ വിശ്വസനായിരുന്നു, PCC പ്രസിഡന്റായിരുന്നു. അയാൾ ജനതാദളിൽ ഇപ്പോൾ ഈ JDUവിൽ ഇപ്പം നിതീഷ് കുമാറിൻ്റെ വിശ്വസനാണ്. അയാളുടെ പേരിൽ ഈ പ്രശാന്ത് കിഷോർ 45,000 കോടിയുടെ അഴിമതി ആരോപണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ ബീഹാറിലെ ജനങ്ങൾ പഴയ പോലെയൊന്നുമല്ല. പിന്നെ പുതിയ ചെറുപ്പക്കാരൻ വരണം, മാറ്റം വരണം, നിതീഷ് കുമാറിനെ മാറ്റുക, BJPനെ ഒഴിവാക്കുക, പിൻ സീറ്റ് ഭരണം ഒഴിവാക്കുക എന്നുള്ളത് ബീഹാറിലെ ജനങ്ങൾ ബോധവാന്മാരാണെന്ന് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തേജസ്വിക്ക് അനുകൂലമായിട്ട് തന്നെ കാറ്റ് വീശും. അതുകൊണ്ടാണ് ഈ സർവേയിലെല്ലാം തേജസ്വിയാണ് നല്ല CM എന്നുള്ള ഇവർ തന്നെ BJP തന്നെ സമ്മതിക്കും. BJP നടത്തിയ സർവേയിൽ വരെ വന്നിരിക്കുകയും. പക്ഷേ BJPക്കാണുള്ള ഭൂരിപക്ഷം. BJPക്ക് BJPക്ക് എങ്ങനെ സാറേ ഭൂരിപക്ഷം കിട്ടുന്നു? 101 സീറ്റിൽ അദ്ദേഹം മത്സരിക്കുന്നുള്ളൂ BJP. പിന്നെ എവിടെ NDAക്ക് ഭൂരിപക്ഷം കിട്ടുന്നു? അത് എന്നും നടത്തുന്ന ഡ്രാമ മത്സരിച്ച് ഇത് അടിച്ചിട്ടിരിക്കുന്നത്. ഇപ്പം തെലങ്കാന തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും BJP തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അവിടെ കർണാടകത്തിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. കർണാടകത്തിൽ തിരിച്ചു വന്നാൽ ഇല്ല. കർണാടക ഇലക്ഷൻ എല്ലാ ഇലക്ഷൻ നടത്തുമ്പോഴും BJPയുടെ ഒരു ലോക്സഭ ഇലക്ഷൻ നടക്കുമ്പോൾ ആദ്യമേ 2-3 സർവേ അങ്ങോട്ട് അടിക്കുകയുള്ളൂ. അത് മീഡിയക്കാർക്ക് BJP പറയണ കേട്ടല്ലേ പൈസ പരസ്യം കിട്ടിയല്ലോ ഒന്നും കിട്ടിയാലാത്ത അവസ്ഥയില്ല. അല്ല, ഈ ഞാൻ ചോദിക്കട്ടെ, ഈ BJP അധികാരത്തിലേക്ക് എത്തപ്പെടുന്ന തരത്തിൽ ശരിയായിരിക്കാം ചിലപ്പോൾ എല്ലായിടത്തും അങ്ങനെ ഒരു സർവേ നടത്തി സർവേകളൊന്നും നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല. എങ്കിൽ കൂടി ചില സർവേകളുടെ അടിസ്ഥാനത്തിലുള്ള ഫലം പുറത്തു വന്നു കഴിയുമ്പോൾ അതേ ഫലമാണ് റിസൾട്ടും വരുമ്പോൾ
ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ BJP പറയുന്ന ഒരു കാര്യം, BJPക്ക് അധികാരത്തിലേക്ക് എത്താൻ പറ്റും, BJPയുടെ മുഖ്യമന്ത്രി അധികാരത്തിലെത്തും എന്നാണ് ബീഹാറിൽ പറയുന്നത്. അതായത് NDA സഖ്യമായിരിക്കും, പക്ഷേ BJPയുടെ മുഖ്യമന്ത്രി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ച് നിതീഷ് കുമാർ അതിന് കൂട്ടുനിന്ന് കുടിക്കില്ല. നിതീഷ് കുമാറിനെ 40 സീറ്റിൽ താഴെയാണ് ജയിക്കണമെങ്കിൽ നിതീഷ് കുമാർ തിരിച്ചു കളിക്കും, ഇവരും തിരിച്ചു കളിക്കും. ഇവരുടെ കണക്ക് കൂട്ടലും BJPയെ സ്പ്ലിറ്റ് JDയെ സ്പ്ലിറ്റ് ചെയ്താലും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ് കണ്ടത്. അതുപോലെ തന്നെ പാസ്വാന്റെ മകനെയും വിശ്വസിക്കേണ്ട കാര്യമില്ല. പാസ്വാന്റെ മകനും ചിലപ്പോൾ നിർണായക ഘട്ടത്തിൽ തേജസ്വി യാദവിനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല ഉപമുഖ്യമന്ത്രിയാകാൻ വേണ്ടി. അതുകൊണ്ട് ഇത് കോടികളുടെ ആരോപണവും കോടികളുടെ അഴിമതിയും കോടികളാണല്ലോ മറിയുന്നത്. ബീഹാർ പോലൊരു വലിയ സ്റ്റേറ്റാണ്, പക്ഷേ നിരക്ഷര കുക്ഷികളുള്ള ഒരു ഗ്രാമമാണത് പല സ്ഥലങ്ങളിലും. അവിടെ നിന്ന് ജനങ്ങൾ വിദ്യാഭ്യാസം പോലും എത്താത്ത പല മേഖലകളുണ്ട്. പക്ഷേ ഇത്രയും കോടി, ഇപ്പൊ തന്നെ നമുക്കറിയാം 62,000 കോടി രൂപ, 45,000 കോടി രൂപയുടെ ഒരു ഇതിപ്പോ ഏകദേശം ഒരു 1,10,10 കോടികളിലേക്ക് 1,10,10 കോടിയിലേക്ക് എത്തപ്പെടുന്ന തരത്തിലേക്ക് വലിയ ആരോപണങ്ങളാണ്. ഇത്തരത്തിൽ കോടിക്കണക്കിനുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടും BJP പിടിച്ചിരിക്കുന്നത് BJP ആണല്ലോ. നേരെ മറിച്ച് വേറെ വല്ലവരും ആണെങ്കിൽ BJP ഉടനെ അവനെ EDനെ വിട്ട് അന്വേഷണം നടത്തും, അല്ലെ മറ്റേ അന്വേഷണം ഒന്നും പറഞ്ഞ് എല്ലാം വളച്ചിട്ട് പിടിക്കും. ഇത് BJPയുടെ, നമ്മളൊക്കെ ഒന്ന് സത്യം പറഞ്ഞാൽ BJP 11 വർഷം 12 വർഷം ആകാൻ പോകണം ഭരണം. ഒരു BJPയുടെ നേതാവ് ഇന്നുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. യെഡിയൂരപ്പയുടെ പേരിൽ കേസുണ്ടായിരുന്നു. ഒട്ടനവധി BJP നേതാക്കന്മാരുടെ പേരിൽ കേസുണ്ട്. നേരെ മറിച്ച് UPA ഗവൺമെൻറ്റിൽ സുരേഷ് കൽമാടി അടക്കം ജയിലിൽ പോയി കിടന്നു കോടതി പറഞ്ഞിട്ട്. ഇത് കോടതിയിലെ വരെയും ഇവർ നാവടക്കി നിർത്തിയിരിക്കുന്ന അവസ്ഥയിലാണ്. ഇലക്ഷൻ കമ്മീഷൻ നാവടക്കി, കോടതി ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ മറ്റ് സ്ഥാപനങ്ങളെയൊക്കെ അവർ BJP അവർ ഒതുക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് BJP നേതാക്കൾ ഏതെല്ലാം അഴിമതി ചെയ്താലും അവൻ തൽക്കാലത്തെ, പക്ഷേ വരും, ഇപ്പോൾ പുറത്ത് വരുന്ന പോലെ തന്നെ ഇനിയും വരും, ഇതെല്ലാം ശിക്ഷ മേടിക്കും. ബീഹാറിലെ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കുന്നു, 2ാം ഘട്ടം 11-ാം തീയതി നടക്കുന്നു, 14-ാം തീയതി ഇലക്ഷൻ റിസൾട്ട്. പക്ഷേ ഇത്രയും കാലവും ഈ നിതീഷ് കുമാർ 5 വട്ടം ഭരിക്കുകയും ചെയ്തു. ഈ 5 വട്ടം കഴിഞ്ഞ 6ാമത്തെ വട്ടം ഭരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം NDAയോടൊപ്പം നിൽക്കുന്നത്. വികസനം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവരെല്ലാവരും അവിടെ എത്തുന്നത്. അങ്ങനെ വലിയ വികസനം ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് ബീഹാറിനെ കാണാൻ കഴിയുന്നു ഇല്ല. ഇതുവരെ പിന്നെ എങ്ങനെയാണ് വീണ്ടും ഒരു അധികാരത്തിലേക്ക് എത്തുന്നത്? നമ്മുടെ ബീഹാർ ജാതി സമവാക്യങ്ങളുടെ എന്നും കൂടാരമാണ്. അവിടെ ഇപ്പോഴും അതല്ലേ BJPക്ക് ഒരു വേരോട്ടം നടക്കാത്ത. BJP സവർണ മേധാവികളെ അവിടെ ഉള്ള യാദവർക്കും കുറുവികൾക്കും OBC താഴേക്കടയിലെ ഹരിജനങ്ങൾക്കും ഒന്നും ഇഷ്ടമല്ല. പിന്നെ ഇവരൊക്കെ കൂട്ടുകക്ഷി ഭരണത്തിൽ കൊണ്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ യാദവർക്കും ഈ കുറുവിക്കരൊക്കെ ഈ ബ്രാഹ്മൺസിന് ഇഷ്ടമല്ല. മുസ്ലിം നല്ല സമുദായം ഭൂരിപക്ഷമുള്ള ഏറെ ഉള്ള സ്ഥലമാണ് ബീഹാർ. പക്ഷെ ഒരിക്കലും ഒന്നും പ്രവചിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായി ഇപ്പോൾ ബീഹാർ മാറിയിരിക്കുകയാണ്. ബീഹാർ അതല്ല, അതുകൊണ്ടാണല്ലേ BJP RJDയുടെ സ്വാധീനം, നിങ്ങൾ ഈ പറഞ്ഞ യാദവന്മാരുടെ സ്വാധീനം കൂടുതലുള്ള മേഖലയാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ലല്ലു പ്രസാദ് യാദവന്മാരും മുസ്ലിങ്ങളും ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പലപ്പോഴും താങ്കൾ പറയാറുള്ളത്. പക്ഷേ അവിടുത്തെ ഒരു സൂചന എന്ന് പറയപ്പെടുന്നത് BJPക്ക് അനുകൂലമായിട്ടുള്ള കാറ്റ് അവിടെ ഉണ്ടെന്നുള്ളതാണ്. അത് ഇന്നിപ്പോൾ മീഡിയ രംഗത്ത് ഇപ്പം നിലവിൽ അവിടെ കാറ്റ് BJPക്ക് എതിരാണ്. തേജസ്വി യാദവിന് അനുകൂലമായിട്ടാണ്. ചെറുപ്പക്കാരനാണ്. നിലവിലത്തെ സിറ്റുവേഷൻ തേജസ്വി യാദവിന് വേണ്ടിയിട്ട് പുതിയ തലമുറ പ്രയത്നിക്കുന്നത് ഞാൻ അറിയുന്നത്. എന്നുവെച്ചാൽ തേജസ്വിനെ മുഖ്യമന്ത്രിയാക്കിയ തേജസ്വിക്ക് പലതും ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. തേജസ്വി അത്രയ്ക്ക് കുശാഗ്ര, ലല്ലുവിനെ പോലെ തന്നെ ഒരു കുശാഗ്ര ബുദ്ധിക്കാരൻ, തന്ത്രശാലി എല്ലാമാണ്. അതേസമയത്ത് മറ്റേ മകൻ അങ്ങനെയല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ തേജ് പ്രതാപ്. അപ്പോൾ തേജസ്വിനെ ജനം അവിടുത്തെ ഒരു നേതാവായിട്ട്, ലല്ലുവിന് ശേഷം ഒരു നേതാവായിട്ട് തന്നെ കണ്ട്, ഒരു ഭാവി മുഖ്യമന്ത്രിയായിട്ട് തന്നെ കണ്ടാണ് നിൽക്കുന്നത്. ഇക്കുറി അദ്ദേഹം CM ആകാൻ വേണ്ടിയുള്ള, അതുകൊണ്ടാണ് ജനങ്ങൾ ഇപ്പോൾ നല്ല മോഹന വാഗ്ദാനങ്ങളൊക്കെ പുള്ളി അടിച്ചിട്ടുണ്ട്. മകരസംക്രാന്തിക്ക് 30,000 അല്ല, ഇവർ മോഹന വാഗ്ദാനങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മോദി മുന്നോട്ട് വെച്ചത് 67,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ബീഹാറിൽ കൊണ്ടുവന്നത്. മറ്റൊന്ന് 10,000 രൂപ വെച്ച് 75 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾക്ക്, 75 ലക്ഷം 1 കോടിയില്ല, സ്ത്രീകൾക്ക് 10,000 രൂപ വെച്ച് ഫിക്സഡായിട്ട് ക്യാഷ് അവരുടെ കൈകളിലേക്ക് എത്തപ്പെടും. ഇങ്ങനെയുള്ള അവർ കൊണ്ടുവരുന്ന അത്തരം പദ്ധതികളോട് കിടപിടിക്കുന്ന ഒരു പരിപാടിയും ഈ കോൺഗ്രസിനോ RJDക്കോ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് ഭരണരംഗത്ത് നേരിട്ട് കിട്ടണം. ഇത് ഇവരിപ്പോൾ ഭരണരംഗത്ത് കിടന്നിട്ടില്ലല്ലോ. ഇവർക്ക് പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ.
വലിയ വലിയ വാഗ്ദാനം ഫാക്ടറി കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറയാൻ ഇപ്പോൾ അവർക്ക് അധികാരത്തിൽ വരാതെ ഒന്നും പറയാൻ പറ്റും. അവിടെ നിങ്ങളും അല്ല, അവരുടെ കയ്യിൽ അധികാരം, നിങ്ങളുടെ മുദ്രാവാക്യം, അവരുടെ കയ്യിൽ അധികാരം. അതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെല്ലാം ഒരു കുടുംബത്തിൽ ഒരാൾക്ക് തൊഴിൽ എന്ന് പറയുന്നത് വാഗ്ദാനമാണ്. ഈ കോൺഗ്രസിന്റെയും ആർജെഡിയുടെയും വാഗ്ദാനമാണ്. ആ വാഗ്ദാനം നിറവേറ്റാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം നിങ്ങൾ വിജയിക്കില്ല എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വാഗ്ദാനം കൊടുക്കാം എന്നുള്ളതാണ് നിങ്ങളൊരു. അതല്ല, ഇത്രയും നാൾ മോദിയും ഈ പിൻസീറ്റ് ഭരണമാണ് അവിടെ നടത്തിക്കൊണ്ടത് ബീഹാറിൽ. എന്നിട്ട് എന്തുകൊണ്ട് ഇത് ചെയ്തില്ല? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്തിനാ ഇത് പറയുന്നത് മോഹന വാഗ്ദാനം കൊടുക്കണം? ചെയ്ത് കാണിച്ചിട്ട് പറഞ്ഞാൽ രസമുണ്ട്. ഞങ്ങൾ ഇന്നേ ചെയ്തിട്ടുണ്ട്. ചെയ്ത് കാണിക്കാൻ അവസരം കിട്ടിയതല്ലേ? പ്രതിപക്ഷം അത് തന്നെയല്ലേ പറയുന്നത്. അല്ല, പ്രതിപക്ഷത്തിന് അവസരം കിട്ടിയിട്ടില്ല. എന്തെങ്കിലും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടൊന്ന് ഇവിടെ ചെയ്യണമെങ്കിൽ അതിനുള്ള അവസരം കൊടുക്കണ്ടേ ബീഹാറിൽ? ഇത് അവസരം ലഭിച്ചപ്പോഴേക്കും അഴിമതി കൊണ്ട് നിറഞ്ഞ ഒരു സർക്കാരായിരുന്നു ബീഹാറിൽ. ലല്ലുവിൻ്റെ ആയിരുന്നാലും ശരി, റാബറിയുടെ ആയിരുന്നാലും ശരി, അതിനുശേഷം വന്ന ഗവൺമെൻറ് ആണെങ്കിലും, ഈ തേജസ്വി അത് ഉപമുഖ്യമന്ത്രി ആയിരുന്ന ഘട്ടത്തിലാണെങ്കിൽ കൂടിയും അഴിമതി കൊണ്ടുള്ള ആരോപണങ്ങൾ നിറഞ്ഞ ഒരു സർക്കാരായിരുന്നു. അവർക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ കഴിഞ്ഞിട്ടില്ല. ലല്ലു പ്രസാദ് യാദവിൻ്റെ കാലിക്കത്തീറ്റ കുംഭകോണം അടക്കമുള്ളവ ഇന്നും അവിടുത്തെ ജനങ്ങൾ മറക്കാത്ത ഈ അഴിമതി ആരോപണത്തിൽപ്പെട്ടതാണ്. അതിൻ്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ്. അപ്പോൾ ചെയ്യാത്ത കുറ്റത്തിനല്ലല്ലോ, ചെയ്ത കുറ്റത്തിനാണല്ലോ അകത്തായത്. അപ്പോൾ അത്രയും അഴിമതി ആരോപണമുള്ളവരെ വീണ്ടും തിരഞ്ഞെടുക്കുക എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ ധാർമ്മികതയാണ്. പക്ഷെ ബീഹാറിൽ ഇതെല്ലാം നടക്കും. ഞാൻ പറഞ്ഞില്ല, ബീഹാർ രാഷ്ട്രീയം അതാണ്. ഇല്ല, ലല്ലു പ്രസാദ് യാദവിനെ പോലുള്ള ഒരാളെ നമുക്ക് കളയാം. പക്ഷെ തേജസ്വി യാദവിനെ പോലുള്ള മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്? തേജസ്വി യാദവൊക്കെ ഇപ്പൊ സംശുദ്ധമായ ഒരു രാഷ്ട്രീയമാണ് പറയുന്നത്, അഴിമതി ഇല്ലാത്ത. രാഹുൽ ഗാന്ധിക്കൊന്നും ഒരു റോളും ഇല്ല ബീഹാറിൽ. അല്ല, ബീഹാറിൽ രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇപ്പൊ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിക്ക് തന്നെ റോൾ. കോൺഗ്രസ് തമിഴ്നാട്ടിൽ DMKയുടെ പുറകെ നിൽക്കുന്ന പോലെ തന്നെ അതിനേക്കാളും പുറകിലാണ് ബീഹാറിൽ നിൽക്കുന്നത്. UP-ൽ സത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയില്ല. കാരണം കോൺഗ്രസിൻ്റെ ഒരു ആധിപത്യം നേടിയെടുക്കാൻ ബീഹാറിൽ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ കോൺഗ്രസിന് കഴിയുമായിരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും ഇനിയും ശോഭിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കോൺഗ്രസിനെ പറ്റിയല്ല. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവർ ലല്ലുവിൻ്റെയും DMKയുടെ ഒക്കെ പുറയിൽ 10 സീറ്റിന് വേണ്ടി 15 സീറ്റിന് വേണ്ടി പാർട്ടി ഇവരെല്ലാം ഒറ്റക്ക് നിൽക്കാൻ കെൽപ്പ് വേണം, തയ്യാറാകണം. അതിന് തയ്യാറാകത്തോളം കാലം ഒന്നും നടക്കില്ല. ഇതിന്റെ പരാജയം തന്നെയായിരിക്കും പരാജയം. അതേസമയത്ത് BJP നിതീഷ് കുമാറിനെ കൂടി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചവിട്ടി പുറത്താക്കിയാൽ, നിതീഷ് കുമാർ എന്നെ ചവിട്ടി പുറത്താക്കി കഴിഞ്ഞാൽ BJP ഡയറക്റ്റ് RJD ആയിട്ടാണ് ഫൈറ്റ് ചെയ്യുക. അല്ല, ഇപ്പോഴത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നടക്കാൻ പോകുന്ന അട്ടിമറി എന്ന് പറയപ്പെടുന്നത് നിതീഷ് കുമാറിനെ NDA നിന്ന് പുറത്താക്കും അല്ലേ? അതെ. തിരിച്ച് അദ്ദേഹം ഈ RJD മഹാഗഠബന്ധനിലേക്ക് വരുന്നതാണോ? ആ തിരിച്ച് ചിലപ്പോൾ അദ്ദേഹത്തിന് മനഃപൂർവ്വം തോൽപ്പിക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിനും അറിയാം, തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. സീറ്റ് കുറഞ്ഞാൽ അദ്ദേഹം കളിക്കും, BJPക്ക് അവസരം കൊടുപ്പിക്കില്ല. അതായത് ബീഹാറിലെ രാഷ്ട്രീയം തിളച്ചു മറിയുന്നു. അതായത് നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയില്ലെങ്കിലും RJDയെ മുഖ്യമന്ത്രിയാക്കാൻ നിതീഷ് കുമാർ തയ്യാറാവും. BJPയുടെ അവസരങ്ങൾ ഇല്ലാതാക്കും. നിതീഷ് കുമാർ അങ്ങനെയുള്ള മനുഷ്യരാണ്. അപ്പം നിതീഷ് കുമാറിൻ്റെ തലപെട്ടിത്തുള്ളലാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് സംഭവിക്കാൻ പോകുന്നത്. കാത്തിരുന്ന് നമുക്ക് 14-ാം തീയതി കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.